ഈ വീഡിയോ പൂർണ്ണമായിട്ടും പഠിക്കുകയും ചിത്രം വരയ്ക്കുകയും ഇരുന്നിട്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളിതാ ഈ കാണുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരുന്നിട്ടായിരിക്കും സ്ഥിരമായിട്ട് പഠിക്കുകയും എഴുതുകയും ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല, പഠിക്കുന്ന കാലത്ത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് അവസാനം എനിക്ക് കഴുത്ത് വേദനയും പുറം വേദനയും അതുപോലെ ഫോർവേഡ് നെക്കൊക്കെ വന്ന് ഈ കഴുത്ത് വേദന വന്നിട്ട് അത് പിന്നെ തലവേദനയാവും, പിന്നെ ഞാൻ ഛർദ്ദിക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം ഇരുന്ന് പഠിക്കേണ്ട കുട്ടികളാണ് നിങ്ങളെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം കുറേ സമയം സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഓരോ 20 മിനിറ്റ് കൂടുന്തോറും നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരേ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത്, ഇതുപോലെ 1, 2, 3 തലയണ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് 3, 4 തലയണ വെക്കാം. വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൈമുട്ട് വെച്ച് എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് പഠിക്കാം. അപ്പോൾ ഈ പോസ്റ്റിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്കിൻ്റെ വെയിറ്റും അതുപോലെ നമ്മുടെ കൈയുടെ 2 കൈയുടെ വെയിറ്റും താങ്ങുന്നത് തലയണയാണ്. ഷോൾഡറിലേക്ക് ലോഡ് വരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഈ പോസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ഇതുപോലെ മൊബൈൽ ഉപയോഗിക്കാം, കുറേ സമയം ഇരുന്ന് വായിക്കാം, പഠിക്കാം ഒക്കെ ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും ഈ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി കുറച്ചുകൂടെ കംഫർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ തലയണ എടുത്തിട്ട് ബാക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വെക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ 1, 2 തലയണ മടിയിൽ വെച്ചിട്ടും എന്ത് ചെയ്യാം, നമുക്കിരിക്കാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാതെ ഇടവിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കുക. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് എഴുന്നേക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഒരു 10, 15 എണ്ണം ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ എക്സസൈസുകൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് മൊബിലിറ്റി എക്സസൈസുകളും അതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസുകളും കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസുകളും കാണിച്ചു തരാം. ഇത് മാത്രമല്ല ചെയ്യേണ്ടത്, ഒരുപാട് എക്സസൈസുകളുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ട ആൾക്കാർ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, ഞാനത് പറഞ്ഞുതരാം. പിന്നെ കൺസൾട്ടേഷൻ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ വേണമെങ്കിലും എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം കേട്ടോ. നീറ്റ് പോലുള്ള വലിയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം ഇരുന്നിട്ട് കഴുത്ത് വേദനയും നെക്ക് പെയിനും പുറം വേദനയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ട ചികിത്സ, കറക്റ്റായിട്ടുള്ള ഫിസിയോതെറാപ്പി ചികിത്സ കൊടുത്തതിന് ശേഷമാണ് ഇതുപോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേദനയുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് നേരെ വേദന ഉള്ളവരാണ്, ഇതൊന്നും ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. വേദനയൊക്കെ കുറയ്ക്കാൻ നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവർ വേദന കുറയ്ക്കാനുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്തതിന് ശേഷം വേണം ചെറിയ എക്സസൈസുകളൊക്കെ സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ചെയ്തു തുടങ്ങാൻ. അല്ലാതെ വേദന ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ ധൈര്യമായിട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പഠിക്കുന്ന സമയത്തെ കുറച്ചൊക്കെ ആരോഗ്യത്തിനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് നല്ല ഉഷാറായിട്ട് പോകാൻ പറ്റും. നല്ല പ്രോട്ടീനും വൈറ്റമിൻസും ഉള്ള ഭക്ഷണം കഴിക്കുക, ഇലക്കറികൾ കൂടുതൽ കഴിക്കുക, കോഴിമുട്ട, ചിക്കൻ, ചെറിയ മീനുകൾ, മത്തി, അതൊക്കെ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. നല്ലപോലെ ഉറങ്ങുക. ഉറക്കം ഒഴിച്ചിട്ടുള്ള പഠിത്തമൊന്നും വേണ്ട, കുറച്ച് ഉറങ്ങിക്കോ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും വരും. കൺസൾട്ടേഷൻ വേണ്ടവർക്ക് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. ഈ പേജ് ഫോളോ ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. അപ്പോൾ രണ്ടും ഫോളോ ചെയ്ത ആൾക്കാർക്ക് പ്രത്യേക കൺസിഡറേഷൻ ഉണ്ടാവും കേട്ടോ.